നമ്മുടെ ഡെഫിനിഷനാണ് നോക്കുന്നത്. ദാറ്റ് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ബി എ ബൂളിയൻ ഓൾജിബ്ര. എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ ഓൾജിബ്രയാണ്. ഇഫ് എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എക്സ്, എക്സിലെ എലമെൻറ്റ്സ് ആണ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം? എക്സ് ഡോട്ട് വൈ ഡാഷ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എക്സിലെ ക്യാപിറ്റൽ ലെറ്റർ എക്സിലെ എലമെൻറ്റ്സിന് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റും. ഓക്കെ, തിയറം ദി റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഫൈൻഡ് എബോ, ഈ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഫൈൻ ചെയ്ത പോലെ മേക്സ് ദി അണ്ടർലൈൻ സെറ്റ് ഓഫ് ബൂളിയൻ ആൾജിബ്ര ഇൻ ടു എ ലാറ്റിസ്. മോർ ഓവർ 0 ആൻഡ് 1 ആർ ദി മിനിമം ആൻഡ് ദി മാക്സിമം എലമെൻറ്റ്സ് ഓഫ് ദിസ് ലാറ്റിസ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ ബൂളിയൻ ഓൾജിബ്രയിൽ ലാറ്റിസ് ഉണ്ടെന്ന് പറയാം. അതേപോലെ 0ഉം 1ഉം മാത്രമാണ്, 0ഉം 1ഉം ആണ് അതിൻ്റെ മിനിമം മാക്സിമം എലമെൻറ്റ്സ് എന്നും പറയാം. ഓക്കെ, ലാറ്റിസിലെ മിനിമം മാക്സിമം എലമെൻറ്റ്സ് ഏതാണെന്ന് വെച്ചാൽ അത് 0, 1 ആണെന്നും പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അത് നമ്മൾ എവരി ബൂളിയൻ ഓൾജിബ്ര ഇസ് എ ബൗണ്ടർ ലാറ്റിസ്, അതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. എവരി ബൂളിയൻ ഓൾജിബ്ര ഇസ് എ ബൗണ്ടർ ലാറ്റിസ് എന്നാണ് തിയറം വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് പറഞ്ഞത്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്ര, എല്ലാ ബൂളിയൻ ഓൾജിബ്രയും ബൗണ്ടർ ലാറ്റിസ് ആണെന്നാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് പാർഷ്യൽ ഓർഡർ ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതൊരു പാർഷ്യൽ ഓർഡർ ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. സോ ടു ഷോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസ് എ പാർഷ്യൽ ഓർഡർ ഓൺ എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്, എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അതായത് എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ദെൻ സപ്പോസ് എക്സ് ബൈ സെഡ് എലമെൻറ്റ് ഓഫ് എക്സ് സെറ്റ് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്, ദെൻ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 ആൻഡ് വൈ സെഡ് ഡാഷ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യുന്നുണ്ട്, എക്സ് സെഡ് ഡാഷ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആണെന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ട്രാൻസിറ്റീവ് വർക്ക് ചെയ്യുക. സോ എക്സ് സെഡ് ഡാഷിന് നമ്മൾ എങ്ങനെ എഴുതി, എക്സ് ഡോട്ട് 1 ഡോട്ട് സെഡ് ഡാഷിന് എഴുതാം. ഈ 1ന് പകരം നമ്മൾ എന്താ ഇവിടെ എക്സിൻ്റെ ടേംസ് ഉണ്ട്, സെഡിൻ്റെ ടേംസ് ഉണ്ട്, ഇല്ലാത്ത ഏതാ വൈൻ്റെ ടേംസ്. അപ്പോൾ 1ന് നമ്മൾ വൈ പ്ലസ് വൈ ഡാഷ് എന്ന് എഴുതി. സോ എക്സ് വൈ സെഡ് ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് സെഡ് ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, സോറി എക്സ് ഇവിടെ വൈ സെഡ് ഡാഷ് പറഞ്ഞാൽ 0 ആണ്. സോ വൈ സെഡ് ഡാഷ് ഈക്വൽ ടു 0യും അതേപോലെ എക്സ് വൈ ഡാഷ് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു സെഡ് ഡാഷ്. സോ 0 പ്ലസ് 0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് സെഡ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്നാണ്. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അതായത് മേലെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നത്തെ ഡെഫിനിഷനിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പാർഷ്യൽ ഓർഡർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ അടുത്ത നമുക്ക് എന്തുകൊണ്ട് പ്രൂവ് ചെയ്യണം, അത് പാർഷ്യൽ ഓർഡർ ആണെങ്കിൽ ആൻറ്റി സിമെട്രിയും കൂടി പ്രൂവ് ചെയ്യണം. സോ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് ഈക്വൽ ടു വൈ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണ്. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈ എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണ്. സോ നൗ എക്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് 1 എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ ഡാഷ്. സോ എക്സ് വൈ പ്ലസ് എക്സ് വൈ ഡാഷ് നേടി. ദെൻ എക്സ് വൈ ഡാഷ് പറഞ്ഞാൽ 0 ആണ്. സോ എക്സ് വൈ എന്ന് വന്നു. ദെൻ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എക്സ് നമ്മൾ ചെയ്തപ്പോൾ എക്സ് വൈ എന്നാണ് കിട്ടിയത്. അടുത്ത് നമ്മൾ വൈ ചെയ്യുക. സോ വൈ ഈക്വൽ ടു വൈ ഡോട്ട് 1 ദെൻ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ്, വൈ ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഡാഷ്. സോ വൈ എക്സ് പ്ലസ് വൈ എക്സ് ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 0 എന്ന് വന്നു. ദെൻ വൈ എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സ് വൈ, ദെർഫോർ നമുക്ക് എന്ത് പറയാം, വൈ ഈക്വൽ ടു എക്സ് വൈ ആണ് കിട്ടിയത്, എക്സ് ഈക്വൽ ടു എക്സ് വൈ ആണ് കിട്ടിയത്. സോ എക്സ് ഈക്വൽ ടു വൈ നമ്മൾ പ്രൂവ് ചെയ്തു. ദെർഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസ് എ പാർഷ്യൽ ഓർഡർ ആണ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇൻ ഓർഡർ ടു പ്രൂവ് എക്സ് ഇസ് എ ലാറ്റിസ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, അത് പാർഷ്യൽ ഓർഡർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതൊരു ലാറ്റിസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ലാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് ജോയിൻറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നും എക്സ് മീറ്റ് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ എന്ന് വരും. അത് രണ്ടും കൂടിയിട്ട് ഒരു സെറ്റിലുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് എക്സ് നിർത്തും. വി ക്ലെയിം ദാറ്റ് എക്സ് ജോയിൻറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് മീറ്റ് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണെന്ന് പ്രൂവ് ചെയ്യാം. ദെൻ എക്സ് ജോയിൻറ്റ് വൈ ഈക്വൽ ടു എന്താ, എക്സ് ജോയിൻറ്റ് വൈ എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് എക്സ് കോമ വൈ ആണ്. എക്സ് ജോയിൻറ്റ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് എക്സ് കോമ വൈ ആണ്. എക്സ് മീറ്റ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിമം ഓഫ് എക്സ് കോമ വൈ ആണ്. ഇതൊക്കെ നമ്മൾ ലാറ്റിസിൻ്റെ ഡെഫിനേഷൻ പഠിച്ചെടുത്ത് അല്ലെങ്കിൽ ജോയിൻറ്റ് മീറ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചെടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ജോയിൻറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ്, അതല്ലേ. സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ,
നമുക്ക് എന്താ പറയാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്ത് എന്താ മീനിങ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ് മീനിങ് അല്ലേ. അതേപോലെ നമുക്ക് പിന്നെ എന്ത് പ്രൂവ് ചെയ്യണം, വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് എടുത്ത് ദെൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്, വൈയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും എന്താണ് അപ്പർ ബൗണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് എക്സ് ഡാഷ് വൈ ഡാഷിന് എഴുതാം. സോ എക്സ് ഡാഷ് വൈ ഡാഷ്, സോ 0 ഇൻറ്റു വൈ ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വന്നു. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെന്ന് കിട്ടി. ദെൻ സിമിലർലി വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഓൾ ഡാഷ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്. സോ എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് ദെൻ ഈക്വൽ ടു വൈ ഇൻറ്റു വൈ ഡാഷ് പറഞ്ഞാൽ 0 ആണ്. സോ എക്സ് ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന്. സോ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് വന്നു. ഹെൻസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എക്സ് കോമ വൈ. ഇനി അതൊരു അപ്പർ ബൗണ്ടാണ് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, നമുക്ക് സുപ്രീമാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ സുപ്രീം പറഞ്ഞിട്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. ദെൻ എക്സ് പ്ലസ് വൈ ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടാണെന്നാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടുന്ന് രണ്ടും നോക്കുക. എക്സിനെക്കാട്ടും വലുതാണ് എക്സ് പ്ലസ് വൈ, എക്സിനേക്കാളും വലുതാണ് എക്സ് പ്ലസ് വൈ, അതേപോലെ വൈനേക്കാളും വലുതാണ് എക്സ് പ്ലസ് വൈ. സോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പർ ബൗണ്ടാണ്. ഇനി നമ്മളത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് സുപ്രീമം വരുള്ളൂ. സോ സെഡ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എടുത്തു. ഇനി അതർ അപ്പർ ബൗണ്ട് ഓഫ് എക്സ് കോമ വൈ, എക്സിൻ്റെയും വൈൻ്റെയും വേറൊരു അപ്പർ ബൗണ്ടായിട്ട് നമ്മൾ സെഡിന് ചൂസ് ചെയ്തു. ദെൻ ടു പ്രൂവ് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. ലീസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സെഡിനേക്കാളും ചെറുതാണ് എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെർഫോർ നമുക്ക് എന്താ പറയാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആണെങ്കിൽ ബൈ യൂസിങ് ഈ ഡെഫിനിഷൻ ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡോട്ട് സെഡ് ഡാഷ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ വൈ ഡോട്ട് സെഡ് ഡാഷ് ഈക്വൽ ടു 0 ആണ്. സോ എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഡാഷ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സെഡ് ഡാഷ് പ്ലസ് വൈ സെഡ് ഡാഷ് എന്ന് എഴുതാം. അത് എക്സ് പ്ലസ് വൈ സെഡ് ഡാഷ് എന്നുള്ളതിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സെഡ് ഡാഷ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഡാഷിന് എഴുതാം. സോ എക്സ് ഇൻറ്റു സെഡ് ഡാഷ് 0 ആണ്, വൈ ഇൻറ്റു സെഡ് ഡാഷും 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യും, 0 പ്ലസ് 0 ഈക്വൽ ടു 0. സോ എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് വന്നു. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി hence if z is any other upper bound of x, y then x plus y is less than or equal to z. അപ്പോൾ ഏതൊരു വേറൊരു അപ്പർ ബൗണ്ട് എടുത്താലും ആ അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതായിട്ടാണ് നമുക്ക് എന്ത് വരിക, എക്സ് പ്ലസ് വൈ വരാം. സോ എക്സ് പ്ലസ് വൈ ഇസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എക്സ് വൈ എന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടി, എക്സ് ജോയിൻ വൈ എന്ന് പറഞ്ഞത് എക്സ് പ്ലസ് വൈ ആണ് കിട്ടി. ഓക്കെ, ദാറ്റ്സ് എലമെൻറ്റ് ഓഫ് എക്സ്. ഇനി അടുത്തത് സിമിലർലി എക്സ് വൈ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഈക്വൽ ടു 0. സോ എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്നും കിട്ടി. അതേപോലെ എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലോവർ ബൗണ്ട് ഓഫ് എക്സ് വൈ ആണ്. ഇനി അതേപോലെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് പ്രൂവ് ചെയ്യാം. സോ സെഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോവർ ബൗണ്ട് എടുത്തു. അതെന്താണ്, സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് വൈനേക്കും എക്സ് പ്ലസ് അല്ല എക്സ് വൈനേക്കാളും ചെറുതാണെന്ന് പ്രൂവ് ചെയ്യാം. So to prove that z is less than or equal to x into y. So therefore z less than or equal to x and z less than or equal to y. Then z dot x dash equal to 0 and z dot y dash equal to 0. നമുക്ക് z less than or equal to x dot y എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാം, z into x dot y all dash is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി ഈക്വൽ ടു 0 ആയി നമുക്ക് എന്ത് പറയാം, ഈ സെഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടി, സെഡ് എന്ന് പറഞ്ഞത് വേറെ ഏത് ലോവർ ബൗണ്ട് എടുത്താലും എന്താണ്, എക്സ് വൈ ആണ് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് മീറ്റ് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ, ദാറ്റ്സ് എലമെൻറ്റ് ഓഫ് എക്സ്. സോ ദെർഫോർ സിൻസ് എക്സ് ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ജോയിൻറ്റ് വൈയും എക്സ് മീറ്റ് വൈയും കിട്ടി. അത് രണ്ടും എന്തിലുണ്ട്, എക്സിലുണ്ടെന്ന് കിട്ടി. സോ ഹെൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസ് ലാറ്റിസ്, അതുകൊണ്ട് ലാറ്റിസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, 0 ആണ് ഒരു മിനിമം, 1 ആണ് മാക്സിമം എന്നാണ് പറഞ്ഞത്. ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ഡോട്ട് 1 ഡാഷ് ഈക്വൽ ടു എക്സ് ഡോട്ട് 1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, 1ൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ എക്സ് ഡോട്ട് 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് 1നേക്കാളും ചെറുതാണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അപ്പർ ബൗണ്ടാണെന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് അതേപോലെ തന്നെ 0 സിമിലർ കേസ് വെച്ചിട്ട് ചെയ്യാം. ദെൻ അടുത്തൊരു ഡെഫിനിഷനാണ്, ലെറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എ ബൗണ്ടഡ് ലാറ്റിസ് വിത്ത് 0 and 1 ആസ് ഇസ് മിനിമം ആൻഡ് മാക്സിമം എലമെൻറ്റ്സ്. ഒരു ലാറ്റിസ് ബൗണ്ടഡ് ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ 0 എന്ന് പറഞ്ഞത് മിനിമം എലമെൻറ്റും
1 എന്ന് പറയുന്നത് മാക്സിമം എലമെൻറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ എക്സ് ഇസ് കോൾഡ് കോംപ്ലിമെൻറ്റഡ്. എക്സിന് നമ്മൾ എന്ത് വിളിക്കുക അപ്പോൾ കോംപ്ലിമെൻറ്റഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, സച്ച് ദാറ്റ് if for every x element of x there exists some y element of x such that x join y equal to 1 and x meet y equal to 0. Any such y is called complement of x. ഇങ്ങനെയുള്ള വൈകളെ നമ്മൾ എന്ത് വിളിക്കുക കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ്. ദെൻ അടുത്ത തിയറാണ് ലെറ്റ് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ബി എ ബൂളിയൻ ഓൾജിബ്ര ദെൻ ദി കറസ്പോണ്ടിങ് ലാറ്റിസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റഡ്. നമ്മുടെ എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് പറഞ്ഞിട്ട് ബൂളിയൻ ഓൾജിബ്രയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റിസിന് ലാറ്റിസ് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റഡ് ആണ്, അതേപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. Conversely, if x less than or equal to say bounded, complemented and distributive lattice, then there exists a Boolean algebra structure on x. ഇനി കോൺവേഴ്സ് നമ്മളോട് എന്ത് പറയുക എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞ ഒരു ബൗണ്ടഡ് ആണ്, കോംപ്ലിമെൻറ്റഡ് ആണ്, അതേപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ലാറ്റിസും ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബൂളിയൻ ഓൾജിബ്ര എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത മൂന്നാമത്തെ തിയറം എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് സച്ച് ദാറ്റ് ദി പാർഷ്യൽ ഓർഡർ റിലേഷൻ ഡിഫൈൻഡ് ബൈ ദി സ്ട്രക്ചർ ഫോളോസ് കോയിൻസൈഡ്സ് വിത്ത് ദി ഗിവൺ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫോളോസ് എന്ന് പറഞ്ഞത് നമ്മളുടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതും കണ്ടെത്തണം. അപ്പോൾ അതൊരു പാർഷ്യൽ ഓർഡർ ആണെന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ 3 തിയറാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ ഒരു നോട്ടാണ് എ ലാറ്റിസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടീവ്. അതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയണമെങ്കിൽ ഓവർ ജോയിൻറ്റ് ആൻഡ് മീറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് വരുമ്പോൾ എക്സ് മീറ്റ് y meets z equal to x meet y joint x meet z എന്ന് വരും. അതേപോലെ x മീറ്റ് ഇവിടെ ജോയിൻ്റ് ആണ് കേട്ടോ. അതേപോലെ എക്സ് ഇവിടെ ജോയിൻറ്റ് ഇത് എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയാണ് വരിക എക്സ് മീറ്റ് വൈ ജോയിൻറ്റ് സെഡ് ഈക്വൽ ടു എക്സ് മീറ്റ് വൈ ജോയിൻറ്റ് എക്സ് മീറ്റ് സെഡ് എന്ന് വരും. അതേപോലെ എക്സ് ജോയിൻറ്റ് വൈ മീറ്റ് സെഡ് ഈക്വൽ ടു എക്സ് ജോയിൻറ്റ് വൈ മീറ്റ് എക്സ് ജോയിൻറ്റ് സെഡ് എന്ന് വരും. ഓക്കെ, ഫോർ ഓൾ എക്സ് കോമ വൈ കോമ സെഡ് എലിമെൻറ്റ് ഓഫ് എക്സ് തിരുത്തി എഴുതണേ. ഇവിടെ ഇത് ജോയിൻറ്റും ഇത് ജോയിൻറ്റുമാണ് വരുന്നത്. അപ്പോൾ ആകെ അവിടെ എല്ലാം മീറ്റുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തിരുത്തി എഴുതാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഓക്കെ, ഇനി അടുത്ത പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, അതൊരു കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ x plus dot dash 1 is a Boolean algebra to prove that corresponding x less than or equal to is a complemented and distributive. So let x less than or equal to be a corresponding lattice as in the above theorem. X less than or equal to എന്ന് corresponding ആയിട്ടുള്ള lattice ആണ്. Since for all x element of x there exists x dash element of x such that x plus x dash equal to 1 x dot x dash equal to 0 ആണ് by നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തിയറം വെച്ചിടും. ഓക്കെ, therefore x is a complemented lattice. കോംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എക്സ് പ്ലസ് എക്സ് ഡാഷ് ഈക്വൽ, അതായത് കോംപ്ലിമെൻറ്ററിൻ്റെ കേസ് വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു 0 ആണെന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, വൈ ഈക്വൽ ടു എക്സ് ഡാഷിന് എഴുതാം. ഓക്കെ, സോ അത് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ റിസൾട്ടിങ് ലാറ്റിസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ആവാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സ് ജോയിൻറ്റ് വൈ എക്സ് മീറ്റ് വൈനെ നമ്മൾ എക്സ് ഇൻറ്റു വൈ എന്നും എക്സ് ജോയിൻറ്റ് വൈനെ നമ്മൾ എക്സ് പ്ലസ് വൈ എന്നാണ് ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ് മീറ്റ് വൈ ജോയിൻറ്റ് സെഡ് എന്നുള്ളടത്ത് ഈ ജോയിൻറ്റ് ഉള്ളിടത്തൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ മീറ്റ് വന്നു, മീറ്റിന് വരുമ്പോൾ നമ്മൾ എക്സ് മീറ്റ് വൈ ജോയിൻറ്റ് എക്സ് മീറ്റ് സെഡ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ പ്ലസ് ഉള്ളിടത്ത് ജോയിൻറ്റും ഇൻറ്റു ഉള്ളിടത്ത് മീറ്റുമാണ് വരുന്നത്. സോ സിമിലർലി നമുക്ക് എക്സ് ജോയിൻറ്റ് വൈ മീറ്റ് സെഡും അതേപോലെ വരും. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാണ്. സോ കോംപ്ലിമെൻറ്റഡ് ആണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി, കാരണം എക്സ് പ്ലസ് എക്സ് ഡാഷ് ഈക്വൽ ടു 1 ആണെന്നും അതേപോലെ എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണെന്നും പ്രൂവ് ചെയ്ത് നമുക്ക് കോംപ്ലിമെൻറ്റഡ് ആണെന്ന് കിട്ടി. അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് നമ്മൾ ഇവിടെയും പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ തിരിച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അത് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് പറഞ്ഞത്, ലാറ്റിസ് ഇസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. കോൺവേഴ്സ്ലി ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡും കോംപ്ലിമെൻറ്റും ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബൂളിയൻ ഓൾജിബ്ര സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യേണ്ടതാണ് സെക്കൻഡ് പ്രൂഫ് പറയുന്നത്. അവിടെ 3 തിയറാണ് ഒരു ഒറ്റ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് കോൺവേഴ്സ്ലി സപ്പോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൗണ്ടഡ് കോംപ്ലിമെൻറ്റഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓൺ എക്സ്, അതായത് പാർഷ്യലി ഓർഡർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ആണ്, ബൗണ്ടഡ് ആണ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോംപ്ലിമെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ
1ഉം 0യും എന്തായാലും അതിലുണ്ടാവും. ബൗണ്ടഡ് ആയതുകൊണ്ട് 1 എന്ന് പറഞ്ഞാൽ അപ്പർ ബൗണ്ടും 0 എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ടുമാണ്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് എലമെൻറ്റ്സ് എഴുതാൻ പറ്റും. ദെൻ നമുക്ക് ബൂളിയൻ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യേണ്ടതാണ്. ബൂളിയൻ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ B1 B2 B3 B4 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. ഇതിൽ B1 B2 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. കാരണം B2 എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാം, അഡിറ്റീവ് ഐഡൻറ്റിറ്റി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ 1ഉം 0 ആണ് എന്ത് വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റിയും അതേപോലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി B1 B3 B4 പ്രൂവ് ചെയ്താൽ മതി. സോ ദെൻ പ്രൂവ് ദാറ്റ് എ ബൂളിയൻ സ്ട്രക്ചർ ഡിഫൈൻ പ്ലസ് ആൻഡ് ഡോട്ട് ഓൺ എക്സ് പ്ലസ് ബൈ എക്സ് പ്ലസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ജോയിൻ വൈ. എക്സ് ജോയിൻ വൈ പറഞ്ഞാൽ സുപ്രീം ഓഫ് എക്സ് കോമ വൈ എന്നാണ് നമ്മൾ പ്ലസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഡോട്ട് ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് മീറ്റ് വൈ. ഇൻഫിമം ഓഫ് എക്സ് കോമ വൈ എന്നാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, മീറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലിയർലി പ്ലസ് ആൻഡ് ഡോട്ട് ആർ ബൈനറി ഓപ്പറേഷൻ. പ്ലസും ഡോട്ടും എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ 1 ഡോട്ട് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 മീറ്റ് എക്സ് എന്ന് എഴുതാം. സോ 1 മീറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് 1 എക്സ് എന്ന് വരും. ഇൻഫിമം ഓഫ് 1 എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് ആണ്. കാരണം എന്താ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. കാരണം 1 ആണ് അപ്പർ ബൗണ്ട് വരുന്നത്. അപ്പോൾ ഏത് എലമെൻറ്റ് എടുത്താലും ഏതായിരിക്കും വലുത് വരിക, 1. സോ ഇൻഫിമം ആണ് ഇവിടെ. 1ലും എക്സും 1ൻ്റെയും എക്സിൻ്റെയും ഇൻഫിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫിമം ഓഫ് 1 ആൻഡ് എക്സ് എന്താണ്, എക്സ്. സോ 1 ഡോട്ട് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, എക്സ് എന്ന് വന്നു. അതേപോലെ എക്സ് ഡോട്ട് 1 ഈക്വൽ ടു എക്സ് എന്ന് വരും. സോ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി 1 എന്ന് പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി ആണ് പറയാം. ഓക്കെ, ദെൻ സിമിലർലി എക്സ് പ്ലസ് 0 ഈക്വൽ ടു എക്സ് മീറ്റ് 0. സുപ്രീം ഓഫ് 0 എക്സ്. 0 എക്സിൽ സുപ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് ആണ്. കാരണം എന്താ വെച്ചാൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ബൗണ്ടാണ്. ഓക്കെ, അപ്പോൾ സുപ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആണ് വരിക. ഹെൻസ് എക്സ് പ്ലസ് 0 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 പ്ലസ് എക്സ്. ദാറ്റ് ഈസ് 0 ഇസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഓക്കെ, ദെൻ B3 ആണ് അടുത്ത് നോക്കുന്നത്. സിൻസ് ദി ഗിവൺ ലാറ്റിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. നമുക്ക് തന്നിട്ടുള്ള ലാറ്റിസ് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. കാരണം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓവർ ഈച്ച് അതർ ഓഫ് പ്ലസ് ആൻഡ് ഡോട്ട് ഫോളോസ് ഈസിലി. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ലാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. സോ അത് ക്ലിയർലി നമുക്ക് പ്ലസ് ആൻഡ് ഡോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാം. ദെൻ അടുത്തത് since x less than or equal to is complemental lattice for each x element of x there exists y element of x such that x joined y equal to 1 and x meet y equal to 0. That is x plus y equal to 1 and x dot y equal to 0 എന്നാണ്. as called as y as x dash. ഫോർത്ത് കണ്ടീഷൻ പറഞ്ഞാൽ കോംപ്ലിമെൻറ്റഡ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. കോംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്, എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി എക്സിൻ്റെ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ എന്താ, വൈ ആണ്. സോ വൈ ഈക്വൽ ടു എക്സ് ഡാഷ് എന്നല്ല എഴുതുക. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ബൂളിയൻ സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുത്ത് അവിടെ പഠിച്ചിട്ടുണ്ട്. സോ വൈ ഈക്വൽ ടു എക്സ് ഡാഷ് എന്നാണ് എഴുതുക. ഓക്കെ, ഹെൻസ് ഡാഷ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സ് ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈ ദി 4 പ്രോപ്പർട്ടി ഓഫ് ബൂളിയൻ ആൾജിബ്ര. നമുക്ക് എന്ത് പറയാം, 4 പ്രോപ്പർട്ടീസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഹെൻസ് എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് ഈസ് എ ബൂളിയൻ ആൾജിബ്ര. എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന് പറഞ്ഞത് ബൂളിയൻ ആൾജിബ്ര ആണ്. കാരണം 4 B1 B2 B3 B4 എന്ന് പറഞ്ഞാൽ 4 കണ്ടീഷൻസും ലാറ്റിസിൻ്റെ ബൗണ്ടഡ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസിൽ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ആ ഒരു തിയറത്തിൽ 3 പ്രൂഫുണ്ട്, 3 തിയറാണുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ 2 ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താ കേസ് പറയുന്നത് നോക്കാം. ദി പാർഷ്യൽ ഓർഡർ റിലേഷൻ ഡിഫൈൻഡ് ബൈ ദിസ് സ്ട്രക്ചർ ഫോളോസ് കോയിൻസൈഡ് വിത്ത് ദി ഗിവൺ റിലേഷൻ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആയിട്ടുള്ള ലെറ്റ് ഫോളോസ് ബി ദി പാർഷ്യൽ ഓർഡർ ഓൺ എക്സ് ഇസ് ഡിഫൈൻഡ് ബൈ ദിസ് ബൂളിയൻ ആൾജിബ്ര. ഈ പറഞ്ഞ ബൂളിയൻ ആൾജിബ്രയിൽ ഡിഫൈൻ ചെയ്യേണ്ടതാണ് നമുക്ക് കാണിക്കണം. അതായത് ടു പ്രൂവ് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ വിച്ച് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് കോയിൻസൈഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഫോളോസ് വൈ എന്ന് വരും. ഓക്കെ, ഫോർ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഫോളോസ് വൈ. ഇഫ് എക്സ് ഫോളോസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇഫ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്തു. We have to show that follows coincide with less than or equal to. Follows coincide with less than or equal to ആണെങ്കിൽ x is follows y which implies x less than or equal to y if and only. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. So we have to show that, അത് നമ്മൾ വായിച്ചതാണ്. For x, y element of x, x less than or equal to y if and only if x
ഫോളോസ് വൈ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് എക്സ് ഫോളോസ് വൈ, എക്സ് ഫോളോസ് വൈ ആണെങ്കിൽ ബൈ യൂസിങ് വിത്ത് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ഫോളോസ് വൈ ആണെങ്കിൽ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെന്ന്. ഓക്കെ, എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. So x equal to x dot 1 that's equal to x into y plus y dash that's equal to x dot y എന്ന് വരും. ഓക്കെ, ആൻഡ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് മീറ്റ് വൈ ആണ്. എക്സ് ഡോട്ട് വൈനെ നമ്മൾ എക്സ് മീറ്റ് വൈ എന്നാണ് ഡിഫൈൻ ചെയ്യുക. എക്സ് മീറ്റ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിമം ഓഫ് എക്സ് കോമ വൈ എന്നാണ്. ഇൻഫിമം ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. വൈനേക്കാളും ചെറുതാണ് എന്ത് വരിക, ഇൻഫിമം വരിക. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ എങ്ങനെ എടുത്തിരിക്കുന്നത്, എക്സ് ഫോളോസ് വൈ എന്നാണ്. അപ്പോൾ വൈ എന്തായാലും എന്തായിരിക്കും, ചെറുതായിരിക്കും. സോ എക്സ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു. എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയാം. ഇനി തിരിച്ച് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഫോളോസ് വൈ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ തിരിച്ച് കോൺവേഴ്സ്ലി സപ്പോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് ലെസ് ദാൻ വൈ ആണെന്ന് നമ്മൾ എടുത്തു. ദെൻ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് മീറ്റ് വൈ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എക്സ് കോമ വൈ. ഇതിൽ ഇൻഫിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിലും വൈയിലും ഇൻഫിമം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ദെൻ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. സോ എക്സ് ഈക്വൽ ടു എക്സ് വൈ, ദെൻ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. അതായത് രണ്ട് സൈഡിലും നമ്മൾ വൈ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് വന്നു, എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന്. എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് ഈസ് ഫോളോസ് വൈ എന്ന് പറഞ്ഞു. ഓക്കെ, എക്സ് ഫോളോസ് വൈ, ഹെൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എക്സ് ഫോളോസ് വൈ. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ്. അപ്പോൾ ഒരു തിയറത്തിൽ തന്നെ 3 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും